അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളൊരു സീഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ സീഡ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ലോഡിങ് ആവാൻ ഭയങ്കര താമസമാണ് കേട്ടാ. എടാ പെട്ടെന്ന് ലോഡിങ് അവിടെ എന്ത് ലോഡിങ് ആവാത്ത സർവൈവ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതെന്തോന്നാ ഇങ്ങനെ നമ്മൾ പിടിച്ചാക്കും ഗൈസ്. ഇങ്ങനെ നമ്മളാക്കുമ്പോൾ നമുക്ക് നടക്കാം. ഇനി ഇങ്ങനെ ആക്കുമ്പോൾ നീന്താൻ പറ്റില്ല കേട്ടോ. അതൊരു പുഴയാണ്, ഒരു സോംബിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊരു ജീവി വരുന്നു. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടി വസിക്കുന്ന സോംബിയാണ് കേട്ടോ. നാളെ നിഗമനം. അപ്പോൾ നമുക്ക് ഈ ഒട്ടകത്തിന് തീറ്റ കൊടുക്കാൻ പറ്റും. നെക്കി നോക്കാം കേട്ടാ. തീറ്റ കൊടുക്കാനായിരിക്കും നെക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ നെക്കണ്ടാനെ. നമുക്കിനിയിപ്പോൾ ഒന്ന് പോയിട്ട് നേരെ ഇനിയിപ്പം മരം വെട്ടണം. ആ പരിപാടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മരം വെട്ടൽ. ഇതൊന്നും വെട്ടി തീരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് അടുക്കടുക്കായിട്ടാണ് മരം വെട്ടുന്നുള്ളത്. ഇതിപ്പം മരം പെട്ടെന്നൊന്ന് വെട്ടി തീരണത് എന്ത് കൈ വെച്ച് അടിച്ചാ മരം വെട്ടണ. ഞാനിക്കൂടെ മരത്തിൽ പോയി ഇതുകൊണ്ട് ഇൻസ്പയർ ആയി നാളെ പോയി തെങ്ങ് വെട്ടാൻ പോണ്. കൈ എടുത്ത് തെങ്ങ് ഇട്ട് 2 അടി കൈ ഒടിഞ്ഞ് വീട്ടിൽ കിടക്കാം. ഇതുകൊണ്ടാരും ഇൻസ്പയറായി ചെയ്യരുത് കേസ്. കൈ ഒടിഞ്ഞ് വീട്ടിൽ കിടക്കും. നമുക്കിനിയിപ്പോൾ ഒന്ന് നടക്കാം. ഇപ്പുറത്തുള്ള മരവും വെട്ടാം. അതെന്താ കേസ്, ഒരു ജീവി അവിടെ നിൽക്കുന്ന കേട്ടോ. എന്തിനാ മറ്റേ മുയലിനും ആടിനും കൂടെ ഉണ്ടായി വെച്ചാണെന്ന് തോന്നുന്നു കേട്ടാ. ചത്തും തോന്നുന്നു കേസ്. ഞാൻ അടിച്ചവനെ കൊന്ന് ഞാനൊരു കൊലപാതകിയായിപ്പോയി കേസ്. എന്നാലും മരിച്ച് കാണും. ഒന്നുകൂടെ നോക്കിക്കളയാം. മരിച്ച് കാണൂലേ? മരിക്കാനങ്ങനെ ചാൻസ് ഇല്ല. മരിക്കാനൊന്നുമില്ലായിരിക്കും. നമുക്ക് ഇനിയും മരം വെട്ടിത്തുടങ്ങാം. അവൻ മരിച്ച് കാണും. അതാണ് എനിക്ക് ഉള്ളിൽ കിടന്ന് പിടയണ. ചില പോലീസ് വരും. അയ്യ കള്ള ഉസുമാണ്ട് എന്നെ പറ്റിച്ച്. അവൻ മരിച്ചാണൊക്കെ കിടന്നതാണ് കുരിപ്പ്. അവന് മരണമൊന്നുമില്ല. കള്ളക്കൊച്ച് കള്ളൻ. ഇനി അവനെ കാണുകയാണെങ്കിൽ അവനെ ഒന്ന് കൊന്നു നോക്കാം. നമുക്ക് എന്താണെന്ന് അവൻ്റെ ദേഹം നിന്ന് കിട്ടുന്നതെന്ന് അറിയണമല്ലോ. നമുക്ക് എന്തൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് അതിനെന്തൊരു തടി വേണമെന്നാണ് പറയുന്നത്. ഓക്ക് പ്ലാങ്ക്സ് വേണം. ഇവിടെ എന്തൊരു പ്ലാങ്ക്സ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നടക്കാൻ കുറച്ച് ദൂരം. ഒരു പശുവല്ലേ നിൽക്കുന്നത്. മറ്റേ അപ്പുറത്തെ വീട്ടിലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെ കിങ്ങിണിപ്പശു അല്ലേ മോളെ? കിങ്ങിണിപ്പശു ഹായ്. കിങ്ങിണിപ്പശു ഹായ്. നമ്മൾക്ക് ഇറച്ചിയായി ഗൈസ്. നമുക്കിനി നേരെ കുറച്ച് നടക്കാം. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. ആ ജീവിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം അടിച്ചു കൊല്ലണം അവനെ. ഇവൻ തന്നെ അതാണ്ട് നിൽക്കുന്നു. ഹായ് മോനൂട്ടാ, സുഖം തന്നെ നിനക്ക്? ഈ കുറച്ച് സമയം കേട്ടോ. ഇവനെ ഇതൊന്നും കൊന്നു തീർക്കേണ്ട ലക്ഷ്യമൊന്നും ഇല്ലല്ലോ. നിനക്ക് എന്താണ് നിനക്ക് എന്താണ്? നീ പറ. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് തുറന്ന് പറഞ്ഞേ. നിനക്ക് എന്ത് പ്രശ്നമുണ്ട്? ഇവിടെ പശുവൊക്കെ ആണെങ്കിൽ 5 വെട്ടിന് ചാവും. നിനക്ക് എന്തിനാ? അസുഖം പിടിച്ച ജീവിയാണ് നമ്മൾ. ഇരുട്ടിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഗെയിമിൽ രാത്രിയായ ഭയങ്കര പ്രശ്നമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നമുക്കിവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞു കൂന ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്ന് താമസിക്കാം. ഇത് പെട്ടെന്ന് പൊട്ടിച്ച് തരുന്ന ലക്ഷണമില്ല. പെട്ടെന്ന് ഈ കഥ വെച്ചങ്ങ് അടയ്ക്കാം. കഥയില്ല ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കണ്ണൊക്കെ കാണാം. നമ്മൾ ആ ഒരു കണ്ണ് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ഇതിപ്പോൾ പൊട്ടിച്ച് തീരുമ്പോഴത്തേക്കും 8 വർഷം എടുക്കുമല്ല. പൊട്ടിക്കാനും പറ്റുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ ഒരു മണ്ണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മണ്ണ് പൊട്ടിച്ചെടുക്കാം. മണ്ണാണ് പൊട്ടിക്കാൻ സിമ്പിൾ. അത് ഓർത്ത് വയ്ക്കണം. ഈ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഫ്ലാഷ് ആയാലും മതി. ഫ്ലാഷ് ടോർച്ച എന്തെങ്കിലും മതി. നമുക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ടോർച്ചൊന്നുമല്ല അടിച്ചു നോക്കാം. ടോർച്ച് വല്ലതും കിട്ടുമെങ്കിൽ ടോർച്ച് നമുക്കൊന്ന് അടിച്ചു നോക്കാം.
അത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാം. ഫസ്റ്റ് ഇവിടെ മൊത്തം പണിയാം, എന്നിട്ട് ടോർച്ച് നടിക്കാം. ഇനി നമുക്ക് നേരെ കുറച്ചും കൂടി ഇത് വലുതാക്കണം കേട്ടാ. ഈ റൂം ഒന്ന് വലുതാക്കണം. ഓക്കെ, നമുക്ക് ടോർച്ച് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടാ. ഇത് ഈ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. എടാ ടോർച്ച് നടിക്കാം നമുക്ക്. എന്തൊരു അത് തീപ്പന്തമില്ലേ, തീപ്പന്തത്തിന് ഗെയിം ടോർച്ചെന്ന് പറയടാ. എന്തൊരു ഒരു കരിക്കട്ട ഇരിപ്പുണ്ട്. എന്തൊരു കരിക്കട്ട ഒരു കമ്പും ഇരിപ്പുണ്ട് കേട്ടാ. കരിക്കട്ടയും കമ്പും ഓർത്ത് വെച്ചോണം. ടോർച്ച് ഉണ്ടാക്കാൻ കരിക്കട്ടയും വേണം, കമ്പും വേണം. രാവിലെ ആയാന്ന് നോക്കാം നമുക്ക്. അയ്യോ, ഇതല്ലേ ഞാൻ വന്ന വഴി. ഷെടാ, ഇത് ഞാൻ വന്ന വഴി അല്ലല്ലോ. ഞാൻ വന്ന വഴി അവിടെ എല്ലായിടത്തൊന്ന് തിരിഞ്ഞിട്ട് നമുക്കേ രാവിലെ ആണെന്നൊന്ന് നിരീക്ഷിക്കാം. രാവിലെ ആയെങ്കിൽ ആകെ എനിക്കിവിടെ ഉപയോഗമുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. രാവിലെ ആയാലും എനിക്ക് മരം വെട്ടാൻ പറ്റും, എല്ലാത്തിനും രാവിലെ ആയാലേ പറ്റും. ചേടാ, ഇതെന്ത് പറ്റി രാവിലെ ഒന്നും അവിടെ അപ്പോൾ ഒന്നും കാണാനും വയ്യ. ഇതപ്പം ഞാൻ ഇത് ഒന്നും ഇല്ലാതെ പൊട്ടിച്ച് പോകണം. എനിക്കിപ്പോൾ എന്തോന്ന് അത് മറ്റേത് മറിച്ചൊന്നും മനസ്സിലാവുന്നുമില്ലല്ലോ. ഇപ്പം എന്താണിത്? ഞാൻ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കാം കുറച്ച് സമയം. എടാ, ഇത് അപ്പോൾ യൂട്യൂബർമാരൊക്കെ കളിക്കുന്ന ഈ മൈൻക്രാഫ്റ്റ് നന്നായി വരുമല്ലോ. നന്നായി വാ എടാ മോനെ. അതിൽ സോംബിയ ഉണ്ടെങ്കിൽ ഞാൻ തേയും. ഇതിൻ്റെ അകത്ത് സോംബി വല്ലതും ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾക്ക് ഇനിയിപ്പം നോക്കാം. അയ്യോ, അവിടെ ആയിരുന്നു കേട്ടാ, നോക്കിയിട്ടുണ്ട് ഞാൻ. അവിടെ രാവിലെയാണ്. ഇത് രാവിലെ ആയിരിക്കും രാത്രി ആയിരിക്കും, നമുക്കൊരു പിടുത്തമില്ല ഗൈസ്. ഇത് രാവിലെയാണോ രാത്രിയാണോ ഒരു പിടുത്തം എനിക്കില്ല കേട്ടാ. എന്നാലും ഇത് രാവിലെ ആയിരിക്കും രാത്രി ആയിരിക്കും. കണ്ടിട്ട് വെളുപ്പിലെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കാം കേട്ടാ. പൊട്ടിക്കാൻ കുറച്ച് സമയം ശ്രമിക്കാം. എന്തോന്നെങ്കിലും അടിച്ചൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. കരിക്കട്ട ടോർച്ച് നടിക്കാം. ആ കരിക്കട്ട എന്തോന്ന് അറിയണമല്ലോ. കരിക്കട്ടയുടെ പേര് കോൾ എന്നാണ് കേട്ടോ. ഇനി നമ്മൾ കരിക്കട്ടയെന്നൊന്നും വിളിക്കില്ല, കോളെന്നേ വിളിക്കാം. അന്തസ്സായിട്ട് നമ്മൾ നല്ല മര്യാദ സ്റ്റാൻഡേർഡുകാരനായി കോൾ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കോൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് സമയം സംസാരിക്കാം. കോൾ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. കോൾ നമുക്കൊന്ന് കോൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. നമുക്കിനി കോൾ കണ്ടുപിടിക്കണം. കുറച്ച് സമയം അതിന് വേണ്ടി കളയേണ്ടി വരും. ഇവിടെയൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ച് പോകുമ്പോൾ കോൾ കിട്ടും എന്നാണ് ഒരു നിഗമനം. ഇനിയിപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചങ്ങ് പോയി നോക്കാം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ പോയി. കിട്ടിയില്ലെങ്കിൽ പോയി. കിട്ടിയില്ലെങ്കിൽ പണി പാടും. കോളെങ്കിലെങ്കിലും നമുക്കൊന്ന് ഒപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ഞാൻ എന്നും ഇങ്ങനെ ആയോ കണ്ണ് കാണാൻ വയ്യേ, അയ്യോ എനിക്ക് കണ്ണ് കാണാൻ വയ്യേ എന്ന് പറയാൻ നടക്കേണ്ടി വരും കേട്ടോ. എന്തൊരു ന്യൂ റെസിപ്പി എന്നൊക്കെ പറഞ്ഞ സൈഡിൽ വരുന്നുണ്ടാകുന്ന കേട്ടോ. ഇതിപ്പോൾ ആരും നമുക്ക് വഴിയൊന്നും കാട്ടിത്തരുന്നില്ലല്ലോ. നാട്ടുകാരി ഓടി പറഞ്ഞേ എനിക്ക് വഴി കാട്ടിത്തരണേ. നാട്ടുകാരി ഓടി പറഞ്ഞേ എനിക്ക് വഴി കാട്ടിത്തരണേ. എനിക്കൊന്നും കണ്ണ് കാണാൻ വയ്യേ. അയ്യോ ഇതെന്ത് പറ്റി? എനിക്കൊരു വക കാണാൻ വയ്യ. ഇതൊരു ചെളിയുടെ ഫ്രണ്ടിലാണെന്ന് തോന്നി ഇപ്പം നിൽക്കുന്നത്. മണ്ണിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് എൻ്റെ നിഗമനം. നമുക്കിനി ഒന്ന് ഇവിടെ പൊട്ടിച്ചൊക്കെ നമുക്കൊന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി വെക്കാം. ഈ ചെലന്തി അയ്യോ ഇവനാരെല്ലെന്തോലുവാ. അയ്യോ എല്ലെന്തൂടത്തിനൊക്കെ ജീവൻ വെച്ച് എന്നെ അമ്പ് ഇട്ടുകൊണ്ടിരുന്നു അവിടെ നിന്ന്. ഇവനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇതിനു മുമ്പ്. ഇവനാരാ? ഇവൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. ഇത് രാത്രി അന്തരൊക്കെ വരുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. സോംബി വരുമെന്ന് എനിക്കറിയാം.
ചിലന്തിയുമ്പോൾ സാധനമൊന്നും വരുമെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടാ. ഇനിയിപ്പോൾ മരിക്കുന്നെങ്കിൽ മരിക്കാം, ഒന്ന് ഇറങ്ങി നോക്കാം. ഞാൻ അവിടെ കരിക്കട്ട കണ്ട്, സോറി കരിക്കട്ടെന്ന് കോള്, ഞാൻ അവിടെ കോള് കണ്ട്, ഞാൻ കോള് കണ്ട് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ കോള് കണ്ട്. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവിടെ കോള് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിച്ചപ്പം. ഗൈസ് ഇതിപ്പം ആ ഒരു ജീവി അവിടെ നിൽക്കുന്ന, അവൻ തുള്ളി തുള്ളി കളിക്കുന്നു. എൻ്റെ നെഞ്ചൊന്ന് പടഞ്ഞു പോയി. ഞാൻ പിന്നെ പേടിയില്ലാത്തവനായതുകൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ അലറിയിട്ടില്ല കേട്ടോ. ഞാൻ പേടിച്ച് മനസ്സിലേ അലറിയിട്ടുള്ളൂ. അയ്യോ എൻ്റെ മോനെ, ആ ജീവി വന്ന് കിടന്ന് രണ്ട് ചാട്ടം ആ കുഴിയിൽ നിന്ന് ചാടിയത് എൻ്റെ നെഞ്ച് കിടന്ന് ടക്ക് ടക്ക് ടക്കെന്ന് പെടഞ്ഞു പോയി കേട്ടോ. അയ്യോ നമുക്ക് നേരെ ഇനിയിപ്പം എങ്ങനെയെങ്കിലും അതൊന്ന് പിടിക്കണം. പിടിക്കണമെന്ന് അതൊന്ന് എടുക്കണം. അതെങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. ആ കറുത്ത കോള എനിക്ക് എങ്ങനെയെങ്കിലും എടുക്കണം. എടുത്തില്ലെങ്കിൽ പറ്റൂല കേസ്. ആ കോൾ എടുത്തില്ലെങ്കിൽ ഒന്നിനും പറ്റൂല. അതെങ്ങനെയെങ്കിലും എനിക്ക് ആ കോൾ എടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ ചാവുന്നെങ്കിൽ ചാവട്ടെ, രണ്ടും കൽപ്പിച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഐസ്. മരണം അടിവായോ പൊട്ടിത്തെറിക്കുന്നു. അയ്യോ പൊട്ടിത്തെറിച്ച് കേട്ടോ. ഇവനാരും മിസ്സായില്ല, പൊട്ടിത്തെറിച്ചവൻ്റെ പേരറിയാമെങ്കിൽ കമൻ്റ് അടി ഗൈസ്. ഞാൻ ഇന്നാ കോൾ എടുത്തിട്ട് പോകും. അവൻ്റെ ബേക്കും ഉണ്ട് സ്കെലട്ടൻ്റെ. അവൻ്റെ ബേക്കും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പുതിയ പേരൊക്കെ ഇട്ടവന് സ്കെലട്ടൻ. ചത്ത്, അയ്യോ